ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കറിയാം, നമ്മുടെ ഡ്രിബിളിലോ ബിഹാൻസിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഡിസൈനേഴ്സും ഇന്ന് അവരുടെ പ്രോജക്റ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പം ജസ്റ്റ് ഒരു JPG ആയിട്ടുള്ള സ്ക്രീൻസ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം അവർ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള അനിമേഷൻസും മോഷൻ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസൈൻ അവരുടെ മനസ്സിലേക്ക് ചെല്ലാനും അതിൻ്റെ ഒരു മൈക്രോ ഇൻട്രാക്ഷൻസ് ഒക്കെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് ഒരാൾക്ക് അത് ഡിസൈൻ സെൻസ് ഉള്ളവരായാലും ഡിസൈൻ സെൻസ് ഇല്ലാത്തവരായാലും ഒക്കെ തന്നെ പെട്ടെന്ന് ആ ഡിസൈൻ അവരുടെ മനസ്സിലേക്ക് കയറ്റാൻ ഈ ഒരു അനിമേഷൻസുകൾ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസുകളൊക്കെ ഒരുപാട് ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള അനിമേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും പല ഡിസൈനേഴ്സും ഇന്ന് യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ലോകമെമ്പാടും പല ഡിസൈനേഴ്സും യൂസ് ചെയ്യുന്നത്. എന്നാൽ നല്ലൊരു ശതമാനം ഡിസൈനേഴ്സിനും ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് അത്ര നല്ല ഒരു ഫെമിലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ചെയ്ത് നോക്കാറില്ല. പലർക്കും അതിൽ അത്രയും എക്സ്പെർട്ടൈസേഷൻ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ, പ്രത്യേകിച്ചും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈനേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടത്തിൽ നമ്മൾ ചെയ്ത ഡിസൈൻസുകളും ഇതുപോലെയുള്ള വളരെ മോഷൻ ഗ്രാഫിക്സിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ നല്ല രീതിയിലൊരു മോഷൻ ഗ്രാഫിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോജക്ട്സുകളും നമുക്ക് ഡ്രിബിളിലോ മറ്റൊക്കെ പോസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്വന്തം പോർട്ട്ഫോളിയോയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് വരാം. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് jitter.video എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ jitter.video എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അനിമേഷൻ സ്കില്ലുകളോ അല്ലെങ്കിൽ ഭയങ്കരമായ ടെക്നിക്കൽ നോളജുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു സാധാരണക്കാരനും വളരെ പ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മോഷൻ ഗ്രാഫിക്സ് ഡിസൈൻസുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ട്വിറ്റർ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഡ്രിബിൾ പോസ്റ്റുകളോ മറ്റൊരു പോർട്ട്ഫോളിയോയിൽ ഇടാനുള്ള പ്രോജക്ട്സുകളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടേക്ക് വരിക, നിങ്ങൾ ആദ്യം തന്നെ അതിനുശേഷം ഇവിടെ ആയിട്ട് കുറേ ഡെമോയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലൊരുപാട് നല്ല രീതിയിൽ എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനേഴ്സിനും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല അനിമേഷൻസുകളുടെ ഒരു പ്രൊഫഷണൽ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് പ്രീസെറ്റ്സുകൾ അവൈലബിൾ ആണ്, അനിമേറ്റഡ് ആയിട്ടുള്ള കോമ്പണൻസുകൾ അവൈലബിൾ ആണ്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റികളാണ് അവർ പറയുന്നത്. ഇവിടെ വന്നിട്ട് ടോപ്പിലായിട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല ടെംപ്ലേറ്റ്സ് അടങ്ങുന്ന കുറേ എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതിൽ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രിബിളിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനിമേഷൻസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റിംഗ് സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ട്രാൻസിഷൻ എഫക്റ്റുകൾ, അതുപോലെ തന്നെ ചില ഒരു പ്രത്യേക എലമെൻറ്റിന് വേണ്ടുന്ന മൈക്രോ ഇൻട്രാക്ഷൻസുകൾ, ഇതുപോലുള്ള ഒരുപാട് സ്റ്റൈലുകൾ നമുക്കിതിനകത്ത് അവർ ഓൾറെഡി പ്രീസെറ്റായിട്ട് ടെംപ്ലേറ്റായിട്ട് തന്നെ തരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഭാവനയനുസരിച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അനിമേഷൻസുകൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒന്നേന്ന് ഇതിനകത്തൊരു അക്കൗണ്ട് റൈറ്റ് സൈഡിൽ പോയിട്ട് നിങ്ങൾക്ക് റൈറ്റ് നൗ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാത്ത പക്ഷം ഇതിൽ ഏതെങ്കിലും ഒരു ഡിസൈൻ സ്റ്റൈല് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ടെംപ്ലേറ്റിനെ എഡിറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എനിവേ ഞാനിവിടെ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ടെംപ്ലേറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എഡിറ്റർ പേജിലേക്കാണ് നേരിട്ട് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസേ തന്നിട്ടുള്ളൂ. ആർക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാത്ത ചെറിയൊരു ഇൻ്റർഫേസ്. അതിൻ്റെ താഴെയായിട്ട് ടൈം ലൈൻ കാണാം. അതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ സ്പേസ് ബാർ കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻസ് പ്ലേ ചെയ്യും. അത് കണക്ക് തന്നെ അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അതിൻ്റെ ലെയേഴ്സ് എല്ലാം കാണാം. ലെയറുകളെല്ലാം 1 by 1 ആയിട്ട് ലെയേഴ്സ് ബൈ ലെയർ ആയിട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ നിന്ന് ടെക്സ്റ്റ് ടൂള്, റെക്റ്റാങ്കിളും അതിൻ്റെ സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഓരോ ഷേപ്പുകൾ വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ വരച്ചുകൊണ്ട് ഓരോ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത ഡിസൈൻസുകൾ ടോപ്പിൽ നിന്ന് ഇവിടെ ആഡ് ആൻ ഇമേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇമേജുകൾ പ്രത്യേകം ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ എന്തൊക്കെയായാലും പലതരത്തിൽ ലെയറുകൾ ഇവിടെ കൊണ്ടുവരിക. ലെയറുകൾ ഓരോന്ന് കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ന്യൂ അനിമേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ഈ ഒരു അനിമേഷനിലേക്ക് ന്യൂ അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റൈലുകൾ അവർ നമുക്കായി തരും. അത് ഈസ് ഇൻ ഈസ് ഔട്ട് പോലുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റൈലുകൾ. അതിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ലെയർ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇമേജിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഷേപ്പിലേക്കോ ഒന്ന് സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് വന്ന് ഇഷ്ടമുള്ള സ്റ്റൈല് നമ്മൾ അങ്ങോട്ട് മാറ്റി കൊടുക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അനിമേഷൻ വർക്ക് ചെയ്തോളൂ. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് അനിമേഷനാണ് വേണ്ടെങ്കിൽ ഇവിടെ ടോപ്പിൽ ടെക്സ്റ്റ് വരിക, ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്തതിന് ശേഷം
നമുക്ക് ആ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ ന്യൂ അനിമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല സ്റ്റൈൽ ഓഫ് ടെക്സ്റ്റ് അനിമേഷൻ ഇവിടെ കാണാം. അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു അനിമേഷൻ സ്റ്റൈലൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോന്നിലും നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ സ്റ്റൈലുകൾ തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഇത്തരത്തിൽ ഓരോ എലമെൻറ്റുകളെയും നിങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിവിടെ വരയ്ക്കുന്നു, അതിനുശേഷം ഓരോ ലെയറുകളിലും ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ വന്നിട്ട് ന്യൂ അനിമേഷൻ കൊടുക്കുന്നു, അനിമേഷൻ ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കുന്നു, അതിനുശേഷം റൈറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് വരുന്ന സ്പീഡ്, വരുന്ന ഫേഡിങ്, അതുപോലെ തന്നെ ഈസിങ്, ഇതെല്ലാം തന്നെ റൈറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ മാത്രമായിട്ട് കാണാം. അതായത് ഈ ഒരു ഡിസൈൻ വ്യൂവിൽ നിന്നുകൊണ്ട് ഓരോ ടെക്സ്റ്റുകളും ബോക്സുകളൊക്കെ വരച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഒപ്പാസിറ്റി, സ്ട്രോക്ക്, ഷാഡോസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ചെയ്തതിന് ശേഷം നിങ്ങൾ അനിമേറ്റ് എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് വന്നാൽ അനിമേറ്റ് ചെയ്യിക്കാൻ ഇതുപോലെ ഈസിയാണ്. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കേണ്ടതുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഡിസൈൻ മോഡിൽ നിന്ന് ചെയ്യുക, ഡിസൈൻ ചെയ്തോളുക, അതിനുശേഷം അനിമേറ്റ് ടാബിലേക്ക് വരിക, അതിനുശേഷം ന്യൂ അനിമേഷൻ ഓരോ ലെയറിലും ക്ലിക്ക് ചെയ്യുക, ന്യൂ അനിമേഷൻ കൊടുക്കുക. നമ്മുടെ അനിമേഷൻ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്റ്റൈൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൈറ്റിലേക്ക് ചെന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഏകദേശം 720 പിക്സൽ വിഡ്ത്ത് വരെ നമുക്കിതിൻ്റെ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ പെയ്ഡ് വെർഷൻ എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വലിയ സൈസിലേക്കൊക്കെ പോകണമെങ്കിൽ പ്രോ സൈസ് വേണം. പക്ഷേ പെയ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു എമൗണ്ട് ആയിട്ടൊന്നും കണക്കാക്കേണ്ട. ഒരു മാസം $4 മാത്രമാണ് ഇതിൻ്റെ ഒരു മന്ത്ലി ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് jitter.video എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് ടോപ്പിൽ പ്രൈസിങ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. കേവലം $4 മാസം നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മന്ത്ലി വേണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതുപോലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ പ്രോജക്റ്റുകൾ ഇതുപോലൊരു ചെറിയ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്കിത് എടുത്തിട്ടിരുന്നു കഴിഞ്ഞാൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള അനിമേഷൻസുകൾ വെച്ചിട്ടുള്ള സ്ക്രീൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോ ഡ്രിബിളിലോ ഒക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും. അത് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടാൻ സഹായിക്കും. അത്തരത്തിൽ നമ്മുടെ വർക്കുകളെല്ലാം വളരെ ഹെവി ആയിട്ടുള്ള നല്ലൊരു പ്രൊഫഷണൽ വേ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അതുപോലെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ഫിഗ്മ പ്ലഗിൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിഗ്മ പ്ലഗിൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ അത് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഈ ഒരു ഫിഗ്മ പ്ലഗിൻ നിങ്ങളുടെ ഫിഗ്മയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗ്മയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതിനുശേഷം ആ ഡിസൈൻ ഫയലിനെ അതേപോലെ തന്നെ ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു ജിറ്ററിലേക്ക് കൊണ്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ലെയറുകളും അതേപോലെ നിങ്ങൾ ഫിഗ്മയിൽ ചെയ്തതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് കിടക്കും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് റൈറ്റ് സൈഡിൽ ആഡ് അനിമേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അനിമേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ചെറിയ രീതിയിലുള്ള പേ ചെയ്ത് കൊടുക്കണമെങ്കിലും അത്തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു നെഗറ്റീവായിട്ടൊരു ചിന്താഗതി ഉണ്ടാക്കാതിരിക്കുക. ഇതുപോലുള്ള ചെറിയ പേയ്മെൻറ്റുകൾ വെച്ചുകൊണ്ട് ചില വെബ്സൈറ്റുകളിൽ നമുക്കുണ്ടാക്കാവുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കരമായ രീതിയിൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റുകളെ ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളൊരു വലിയ കാര്യം ഓർക്കണം. എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും എല്ലാം ഫ്രീ ആയിട്ട് മാത്രം യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ടും കൂടി ഞാൻ ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞുകൊള്ളുകയാണ്. അപ്പോൾ എനിവേ ഈ ഒരു jitter.video എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വെക്കുക. കേവലം $4 പെർ മന്ത് എന്ന് പറയുന്നൊരു പ്ലാനിൽ നിങ്ങൾ അത് എടുത്തോളൂ. ആ ഒരു പ്ലാൻ കൊണ്ട് നിങ്ങളുടെ എല്ലാ ഡിസൈൻസുകൾക്കും ഇത്തരത്തിൽ വളരെ സിമ്പിളായ രീതിയിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നല്ല അനിമേഷൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മികച്ച പ്രോജക്റ്റുകൾക്കെല്ലാം നല്ല ഒരു ഇൻറ്ററാക്റ്റീവ് ആക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ എക്സിബിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.